അമേരിക്കയിൽ ജോലി ചെയ്യണമെന്നത് ഒരുപാട് പേരുടെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ യുവാക്കളുടെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്കുള്ള ഏറ്റവും വലിയ വഴി H-1B വിസ. പക്ഷേ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന പുതിയ വാർത്ത ഇന്ത്യൻ ടെക് പ്രൊഫഷണൽസിനെ നേരിട്ട് ബാധിക്കാവുന്ന ഒന്നാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് H-1B വിസ നിയമാവലികൾ വരുത്തിയ വൻ മാറ്റം. ഒരു പുതിയ H-1B വിസ പെറ്റീഷന് നൽകേണ്ട ഫീസ് എത്രയാണെന്നോ ഒറ്റയടിക്ക് $1,00,000 ആക്കി ഉയർത്തി. അതായത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഏകദേശം 85 ലക്ഷത്തിലധികം രൂപ വരും. നേരത്തെ ഇത് വെറും $2,000 മുതൽ $5,000 വരെ ആയിരുന്ന ഈ ഒരു സ്ഥാനത്താണ് ഈ ഭീമമായ വർധനവ് വരുത്തിയത്. ഈ വാർത്ത വന്ന നിമിഷം മുതൽ ഭീതിയിലായ ഇന്ത്യൻ ടെക്കികൾ എയർപോർട്ടുകളിൽ യാത്ര റദ്ദാക്കുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടു. എന്താണ് ഈ പുതിയ നയത്തിന്റെ പൂർണ്ണരൂപം? വൈറ്റ് ഹൗസ് നൽകിയ പുതിയ ക്ലാരിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും എങ്ങനെ ബാധിക്കും? വിശദമായിട്ട് നോക്കാം. H-1B വിസ എന്നത് അമേരിക്കയിലെ കമ്പനികൾക്ക് വിദേശ സ്കിൽഡ് പ്രൊഫഷണൽസിനെ നിയമിക്കാൻ അനുവദിക്കുന്ന വർക്ക് വിസയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, AI സ്പെഷ്യലിസ്റ്റുകൾ, ഡേറ്റ സയന്റിസ്റ്റ്, സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സ്, ചിപ്പ് ഡിസൈനേഴ്സ്, ഡോക്ടേഴ്സ്, റിസർച്ചേഴ്സ് ഇങ്ങനെ പ്രത്യേക കഴിവുള്ളവരെയാണ് ഈ വിസ വഴി അമേരിക്കൻ കമ്പനികൾ നിയമിക്കുന്നത്. ഈ വിസ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ പ്രൊഫഷണൽസ് തന്നെയാണ്. ഓരോ വർഷവും അനുവദിക്കുന്ന H-1B വിസകളിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാർക്കാണ് ലഭിക്കുന്നത്. ഇന്ത്യൻ IT മേഖലയാണ് ഇതിന്റെ വലിയ ഗുണഭോക്താക്കളിൽ ഒന്ന്. ഇനി എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. രജിസ്ട്രേഷൻ ഓൺ എൻട്രി ഓഫ് സർട്ടൺ നോൺ ഇമിഗ്രന്റ് വർക്കേഴ്സ് എന്ന പേരിൽ ഒരു പ്രൊക്ലമേഷനിലാണ് പ്രസിഡന്റ് ട്രംപ് ഒപ്പുവെച്ചത്. തുടക്കത്തിൽ US കോമേഴ്സ് സെക്രട്ടറി ഹോവർഡ് ലുട്നിക് പ്രഖ്യാപിച്ചത് വിസ അപേക്ഷിക്കുന്നവർക്കും പുതുക്കുന്നവർക്കും ഈ $1,00,000 ഫീസ് ബാധകമായിരിക്കും എന്നാണ്. ഇത് കേട്ടതോടെ അമേരിക്കയിലുള്ളവരും നാട്ടിലേക്ക് അവധിക്ക് വരാൻ ഒരുങ്ങിയവരുമായ ആയിരക്കണക്കിന് ഇന്ത്യൻ ജീവനക്കാർ വൻ പരിഭ്രാന്തിയിലായി. വിസ സ്റ്റാമ്പിങ്ങിനായിട്ട് ഇന്ത്യയിലെത്തിയ പ്രൊഫഷണലുകൾക്ക് അമേരിക്കയിലേക്ക് മടങ്ങാൻ സാധിക്കില്ല എന്ന ഭയത്താൽ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തു. വൻകിട കമ്പനികളായ മൈക്രോസോഫ്റ്റും ആമസോണും തങ്ങളുടെ H-1B ജീവനക്കാരോട് യാത്രകൾ ഒഴിവാക്കാൻ അടിയന്തര മുന്നറിയിപ്പും നൽകി. എന്നാൽ ആഗോളതലത്തിൽ ടെക് കമ്പനികളുടെ പ്രതിഷേധവും ആശയക്കുഴപ്പവും ഉയർന്നതോടെ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ച് നിർണായകമായ ചില വ്യക്തതകൾ നൽകി. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒന്നാമത്തേത് ന്യൂ ആപ്ലിക്കൻസ് ഓൺലി എന്നുള്ളതാണ്. അതായത് ഈ $1,00,000 പുതിയ ഫീസ് എന്ന് പറയുന്നത് പുതിയ H-1B പെറ്റീഷനുകൾക്ക് മാത്രമേ ബാധകമാകൂ. രണ്ടാമത് നോട്ട് ഫോർ എക്സിസ്റ്റിംഗ് വിസ ഹോൾഡേഴ്സ്, അതായത് നിലവിൽ H-1B വിസ ഉള്ളവർക്കോ വിസ പുതുക്കുന്നവർക്കോ നിലവിലുള്ള കമ്പനി മാറുമ്പോഴോ ഈ ഒരു $1,00,000 ഫീസ് നൽകേണ്ടതില്ല. അടുത്തത് വൺ ടൈം ഫീ എന്നുള്ളതാണ്. ഇത് പ്രതിവർഷം അടയ്ക്കേണ്ട തുകയല്ല, പെറ്റീഷൻ സമർപ്പിക്കുമ്പോൾ നൽകേണ്ട ഒറ്റത്തവണ ഫീസ് മാത്രമാണ്. ഇതിനു പുറമെ കുറഞ്ഞ ശമ്പളത്തിൽ വിദേശത്തു നിന്ന് ആളുകളെ കൊണ്ടുവരുന്നത് തടയാൻ വേജ് റൂളുകൾ പരിഷ്കരിക്കാനും ഉയർന്ന ശമ്പളവും മികച്ച യോഗ്യത ഉള്ളവർക്ക് ലോട്ടറി സിസ്റ്റത്തിൽ മുൻഗണന നൽകാനും അമേരിക്കൻ ഹോംലാൻഡ് സെക്യൂരിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അമേരിക്ക നൽകുന്ന ആകെ H-1B വിസകളിൽ 70% സ്വന്തമാക്കുന്നത് ഇന്ത്യൻ പ്രൊഫഷണലുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നയം ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പ്രഹരം ഏൽപ്പിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യൻ IT കമ്പനികൾക്ക് വൻ തിരിച്ചടി ഉണ്ടാകും. TCS, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ ഇന്ത്യൻ IT ഭീമന്മാർ കുറഞ്ഞ ചിലവിൽ അമേരിക്കൻ ക്ലയന്റുകളുടെ പ്രൊജക്ടുകളിലേക്ക് ജീവനക്കാരെ അയക്കുന്ന ശൈലി ഇനി എളുപ്പമാകില്ല. ഒരു പുതിയ ജീവനക്കാരന് വേണ്ടി മാത്രം $1,00,000 ഫീസ് നൽകുന്നത് കമ്പനികളുടെ പ്രോഫിറ്റ് മാർജിനെ സാരമായിട്ട് ബാധിക്കും. അമേരിക്കൻ കമ്പനികളുടെ തന്ത്രം മാറും. അതായത് അമേരിക്കൻ ബിഗ് ടെക് കമ്പനികൾ ഇനി മുതൽ എൻട്രി ലെവലിലേക്കുള്ള ജോലികൾക്ക് വിദേശികളെ കൊണ്ടുവരുന്നതിന് പകരം ഉയർന്ന വൈദഗ്ധ്യമുള്ള കൂടുതൽ ശമ്പളം വാങ്ങുന്ന സീനിയർ റോളുകൾക്ക് മാത്രമേ H-1B സ്പോൺസർ ചെയ്യൂ. ഇനി ചെറുകിട കമ്പനികൾക്ക് പൂട്ടുവീഴും. സ്റ്റാർട്ടപ്പുകൾക്കും ചെറുകിട സ്ഥാപനങ്ങൾക്കും പുതിയ ജീവനക്കാർക്കായി ഇത്തരം ഭീമമായ തുക സ്പോൺസർ ചെയ്യാനാകില്ല. എന്നാൽ ഇത് ഇന്ത്യക്ക് ഒരു വലിയ അവസരം കൂടിയാണ് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ. അതായത് മിടുക്കരായ ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് അമേരിക്കയിലേക്ക് പോകുന്നതിന് പകരം ഇന്ത്യയിൽ തന്നെ നിന്ന് ജോലി ചെയ്യാനും സ്വന്തം സ്റ്റാർട്ടപ്സ് ആരംഭിക്കാനും ഇത് വഴി തുറക്കും. 2, ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ. അമേരിക്കയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത് ചെലവേറിയതാകുമ്പോൾ ഫോർച്യൂൺ 500 കമ്പനികൾ ബംഗളൂരു, ഹൈദരാബാദ്, കൊച്ചി എന്നിവിടങ്ങളിൽ തങ്ങളുടെ ഗ്ലോബൽ സെന്ററുകൾ നിർമ്മിച്ച് നേരിട്ട് ജോലി നൽകാൻ നിർബന്ധിതരാകും. 3, മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറൽ. കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യൻ പ്രതിഭകളെ സ്വാഗതം ചെയ്യാൻ കൂടുതൽ അനുകൂല വിസ പോളിസികളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്.
ഒരു H-1B വിസ എന്നത് ഒരു ജോലി അനുമതി മാത്രമല്ല, ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങളുടെ അമേരിക്കൻ സ്വപ്നത്തിലേക്കുള്ള കവാടമാണ്. അതുകൊണ്ട് തന്നെ റിന്യൂവൽ ഫീ പോലുള്ള ഒരു ചെറിയ പോളിസി മാറ്റം പോലും IT കമ്പനികളുടെ ബിസിനസ് തീരുമാനങ്ങളിൽ നിന്ന് തുടങ്ങി ഹയറിംഗ്, ഓൺ സൈറ്റ് അവസരങ്ങൾ, കരിയർ പ്ലാനിംഗ് വരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇനിയും അന്തിമ നിയമമായിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ DHSന്റെ അന്തിമ തീരുമാനം എന്താകും, കമ്പനികൾ എങ്ങനെ പ്രതികരിക്കും, ഇന്ത്യൻ ടെക് പ്രൊഫഷണൽസിന്റെ ഭാവി അത് എത്രത്തോളം ബാധിക്കും, അതിലേക്കാണ് ഇനി ലോക IT മേഖലയുടെയും ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെയും കണ്ണുകൾ തിരിഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, അമേരിക്കക്കാരുടെ ജോലി അമേരിക്കക്കാർക്ക് എന്ന ട്രംപിന്റെ സംരക്ഷണവാദത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടി എന്ന് പറയാം. അമേരിക്കയിലുള്ളവർക്ക് തൽക്കാലം ആശ്വാസമുണ്ടെങ്കിലും ഭാവിയിൽ US പ്രൊജക്ടുകളിലേക്ക് പുതിയതായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ യുവതലമുറയ്ക്ക് ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.